സാധാരണ നമ്മള് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ബ്ലാങ്ക് ആയിട്ടാണ് ചെല്ലുക. ഇതെന്താ അവിടെ നടക്കുന്ന അറിയില്ല, അല്ലെങ്കിൽ പിന്നെ എന്താണെന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടി ചെല്ലും. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയൊക്കെ മുന്നോട്ട് പോയി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവസാനം പിന്നെ പരിപാടി കഴിയുമ്പോഴാണ് നമുക്ക് ഒരു തീരുമാനത്തിലെത്തുക. എന്നാൽ ഈ ട്രെയിനിങ് കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തോന്നല് സാധനം ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ലാസ്റ്റ് പോരാൻ നേരത്താണ് നമ്മൾ തീരുമാനിക്കുക. എന്ത്, ഞാന് ഈ ഒരു ട്രെയിനിങ് വന്നതിന് ശേഷം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങും. അങ്ങനെയല്ല സംഭവിക്കാറുള്ളത്. പക്ഷെ ഫലത്തിൽ എന്താണ് പിന്നെ സംഭവിക്കാന്ന് വെച്ചാല്, അങ്ങനെ പരിപാടി കഴിഞ്ഞ നേരത്തെ നമ്മൾ തീരുമാനത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേ രീതിയിലുള്ള ഫോളോ അപ്പോ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു പിന്നെ പിന്തുണയോ മറ്റൊന്നും കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ആവേശമൊക്കെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞാണ് പോകും. നമ്മൾ എന്താണോ ട്രെയിനിങ്ങിലൂടെ കിട്ടിയത് അതൊന്നും പിന്നീട് നമ്മൾ ഉപയോഗിക്കാതെ തന്നെ അതൊന്നും അങ്ങനെ അങ്ങോട്ട് പഴയ പോലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ഇതാണ് സംഭവിക്കാറുള്ളത്. അപ്പൊ നമ്മൾ ട്രെയിനിങ് ഒരു എഫക്റ്റീവ് ആവണം അല്ലെങ്കിൽ അതൊരു റിസൾട്ട് ഓറിയന്റഡ് ആവണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി തന്നെ ഇപ്പൊ ഈ പാർട്ടിസിപ്പൻസിനോടൊക്കെ നമ്മൾ പേഴ്സണലായിട്ടും മറ്റുമൊക്കെ മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതോട് കൂടി തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ടായിരിക്കണം. ഒരു പുതിയ ഇതുവരെ ഇല്ലാത്ത ഒരു ടാർജറ്റ് നമ്മൾ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. വെറുതെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് അത് മുന്നോട്ട് പോവുക എന്നുള്ള ചെറിയ സ്വപ്നത്തിൽ നിന്ന് കുറച്ചും കൂടി വലിയ സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ കാര്യങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും തീരുമാനിച്ചാണ് നിങ്ങൾ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് പിന്നെ അവിടെ നടക്കുക. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ നിലവിൽ ഒരു ഓഫീസ് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു തസ്തികയിൽ ഇരിക്കുന്നു വിചാരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ട്രെയിനർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അങ്ങനെ എങ്കിൽ ആ ട്രെയിനർ എന്ന് പറയുന്ന സ്വപ്നത്തിന് നമുക്ക് എന്തൊക്കെ ടെക്നിക്കൽ ടൂളുകൾ, എന്തൊക്കെ മീഡിയ ടൂളുകൾ, എന്തൊക്കെ കാര്യങ്ങൾ, അതിന്റെ പ്രിപ്പറേഷൻ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും, പല കാര്യങ്ങൾ ടൂളും കേൾക്കും, അത് നമ്മളൊക്കെ കുറച്ചൊക്കെ ചെയ്തു നോക്കും. ഇതിനൊരു ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല. ഇത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എന്നുള്ളതൊരു ഐഡിയ ഉണ്ടാവില്ല. അതേ സമയത്ത് നമ്മൾ നേരത്തെ ഒരു ധാരണ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു സംഗതിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രിപ്പറേഷൻ നടത്തും. ഇനി അതല്ലെങ്കിൽ നമ്മളൊരു സബ്ജക്ട് എക്സ്പെർട്ട് ആവണം തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ആ സബ്ജക്റ്റിൽ ഞാൻ എന്തൊക്കെ കണ്ടന്റുകൾ ഇനി ഞാൻ ചെയ്യും. അപ്പൊ ആ വിഷയത്തിൽ ട്രെയിനിങ് നടത്തുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് എങ്ങനെ ഞാൻ ഒരു മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്യും, അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എങ്ങനെ വീഡിയോ ചെയ്യും എന്ന രീതിയിൽ. അല്ലെങ്കിൽ ഇനി വേറൊന്നും വേണ്ട, നമ്മളൊരു സെൽഫ് ബ്രാൻഡിങ് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എന്റെ ഒരു സംരംഭം അല്ലെങ്കിൽ സംവിധാനം ഞാൻ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തെ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആളുകളിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ആ ഒരു പിന്നെ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ വർക്കുകൾ ഉണ്ടാവേണ്ടത്. മനസ്സിലായല്ലോ? അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ എന്തിനാണ് നമ്മൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒരു ഉത്തരം കിട്ടും. ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? അതെ അതെ, ക്ലിയർ ആണ്. അപ്പോ ആ, എന്ത് ചെയ്യണം, എന്തിനു വേണ്ടി ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പിന്നെ അങ്ങനെയുള്ള ടാർഗറ്റോട് കൂടി ചെയ്യുക. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ വിത്ത് സെഷനിലൂടെ നമ്മള് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലേക്ക് വേണ്ട മെറ്റീരിയൽസ് നമുക്ക് പരമാവധി ഉണ്ടാക്കാനും, അതിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും, വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് ഒരു പ്രസന്റേഷൻ നടത്താനും ഒക്കെയുള്ള അവസരം നമുക്ക് കിട്ടുമ്പോഴാണ് ഇതൊരു എഫക്റ്റീവ് ആകുക. അങ്ങനെ നമ്മള് പിന്നെ ഒരു സമാപനത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം, ഇതൊക്കെ കുറെ എന്തൊക്കെ പഠിച്ചു, ഇനി എന്തൊക്കെ ചെയ്യുക എന്നുള്ളതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു, ഇനി ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ സമാപനത്തോടു കൂടി പോകേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യും, എങ്ങനെ നടപ്പിലാക്കും, എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യും, അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് പോവാന്. അപ്പോഴാണ് നമ്മളുടെ ഒരു ഏത് ക്യാമ്പും അത് ഫ്രൂട്ട്ഫുൾ ആകുക അല്ലെങ്കിൽ എഫക്റ്റീവ് ആയി മാറുക. അതല്ലെങ്കിൽ ഒരു ചടങ്ങായിട്ട് അല്ലെങ്കിൽ കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് ഒരുമിച്ച് കൂടിയൊരു കൂടിപ്പിരിയലായിട്ട് മാത്രമായിട്ട് നമുക്ക് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടാർഗറ്റോട് കൂടി തന്നെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ
നമുക്ക് ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അതിൽ അവിടെ വർക്ക് ചെയ്യുകയും പോകുമ്പോ സാധാരണഗതിയിൽ പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു പോകുന്നതിന് പകരം ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ തീരുമാനിക്കുകയും പോകുന്ന സമയത്ത് അത് എങ്ങനെ നടപ്പിലാക്കുന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റും. മനസ്സിലായല്ലോ? ഇപ്പൊ ചിലപ്പോ നമ്മളുടെ ടേസ്റ്റിലുള്ള വേറെ കുറച്ച് ആളുകൾ നമുക്ക് ചിലപ്പോൾ കിട്ടും. ഇതേ ഒരു മൈൻഡിലുള്ള അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഒരുമിച്ച് കൊളാബ് ചെയ്ത് പോകാവുന്ന. അപ്പൊ എന്ത് ചെയ്യാം? അങ്ങനെ നമുക്ക് അവിടെ തന്നെ പിന്നെ ഒരു ടൈപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോ ഒരാൾ ചിലപ്പോൾ ഒരു മേഖലയിൽ എക്സ്പെർട്ട് ആയിരിക്കും, ചിലപ്പോൾ ഒരാൾ വേറൊരു മേഖലയിൽ എക്സ്പെർട്ട് ആവും. അപ്പൊ എന്ത് ചെയ്യും? ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം? ചില യോജിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയുള്ള കാലത്ത് ഈ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ പിന്നെ പരസ്പരമായിട്ടുള്ള കൊളാബറേഷന്റെ ഒരു കാലത്താണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ അർത്ഥത്തില് പ്രോഗ്രാമിന് വന്നതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് പകരം പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പേ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചുകൊണ്ട് വരിക എന്നുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ആ അർത്ഥത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ആ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്നാണ് വിചാരിക്കുന്നത്.